എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലും മറ്റനുബന്ധ കപ്പലുകളും ഗൾഫ് കടലിൽ എത്തിക്കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങളായിട്ടും ഇറാനെ ആക്രമിക്കാൻ ഇനിയും ട്രംപിന് ആയിട്ടില്ല. ട്രംപിന്റെ ഭീഷണികൾക്ക് മറുഭീഷണി മുഴക്കുകയാണ് അലി ഖമേനി. UAEക്കും സൗദിക്കും പിന്നാലെ അമേരിക്കയ്ക്കെതിരെ അസർബൈജാനും രംഗത്തെത്തി. അസർബൈജാന്റെ അയൽ രാജ്യമാണ് ഇറാൻ. യൂറോപ്പിലും വടക്കു പടിഞ്ഞാറൻ ഏഷ്യയുമായി വ്യാപിച്ചു കിടക്കുന്ന രാജ്യമാണ് അസർബൈജാൻ. മുൻപ് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന അസർബൈജാൻ ഇപ്പോൾ ഒരു സ്വതന്ത്ര രാജ്യമാണ്. കാസ്പിയൻ കടലിന് പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അസർബൈജാന്റെ അയൽ രാജ്യങ്ങളാണ് റഷ്യ, ജോർജിയ, അർമേനിയ, ഇറാൻ, ടർക്കി എന്നിവ. തങ്ങളുടെ പ്രദേശങ്ങളോ വ്യോമാതിർത്തികളോ അയൽ രാജ്യമായ ഇറാനെതിരെയുള്ള സൈനിക നടപടികൾക്ക് വിട്ടു നൽകില്ല എന്നാണ് അസർബൈജാൻ വിദേശകാര്യമന്ത്രി ജയ്ഹുൻ ബെറാമോവ് മുന്നറിയിപ്പ് നൽകിയത്. ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയുമായി ബെറാമോവ് ഫോൺ വഴി ആശയവിനിമയം നടത്തിയതായി അസർബൈജാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു. മേഖലയിൽ സംഘർഷങ്ങൾ ആശങ്കാജനകമാണെന്ന് ബെറാമോവ് ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞതായും റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനിലും പരിസര പ്രദേശങ്ങളിലും അസ്ഥിരതയിലേക്ക് നയിച്ചേക്കാവുന്ന നടപടികളിൽ നിന്നും എല്ലാ രാജ്യങ്ങളും വിട്ടുനിൽക്കണമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. അന്താരാഷ്ട്ര നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മുന്നേ സൗദി അറേബ്യയും UAEയും അസർബൈജാന് സമാനമായ നിലപാട് സ്വീകരിച്ചിരുന്നു. ശത്രുതാപരമായ സൈനിക നടപടികൾക്കായി തങ്ങളുടെ കര, വ്യോമ, ജലമേഖലകൾ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. ഇറാനെതിരായ ആക്രമണങ്ങൾക്ക് തങ്ങളുടെ പ്രദേശമോ വ്യോമാതിർത്തിയോ ഉപയോഗിക്കാൻ സൗദി അറേബ്യ അനുവദിക്കില്ലെന്ന് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും പ്രഖ്യാപിച്ചിരുന്നു. 2025 അവസാനത്തിൽ തുടങ്ങിയ ഇറാനിലെ ആഭ്യന്തര കലാപങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനിടെ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇറാൻ സൈന്യത്തിന്റെ ശക്തമായ മുന്നറിയിപ്പ്. രാജ്യത്തിനെതിരെയുള്ള ഏതൊരു ചെറിയ നീക്കത്തിനും തൽക്ഷണം അതിശക്തമായ മറുപടി നൽകും. ഇനിയൊരു 2 മണിക്കൂർ യുദ്ധമെന്ന അമേരിക്കൻ സങ്കല്പം നടക്കില്ലെന്നും ശത്രുവിന്റെ ഏത് തെറ്റായ കണക്കുകൂട്ടലിനും ഉടൻ തന്നെ തിരിച്ചടി ലഭിക്കുമെന്നും ഇറാൻ ആർമി വക്താവ് ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അക്രാമേനിയ പറഞ്ഞു. കഴിഞ്ഞ ജൂണിൽ നടന്ന 12 ദിവസത്തെ യുദ്ധം ഇറാന്റെ സൈനിക നയങ്ങളിൽ വലിയ മാറ്റം വരുത്തിയതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ശത്രുവിന് സമയം നൽകുന്നത് അംഗീകരിക്കാനാവില്ല എന്ന പാഠമാണ് ആ യുദ്ധം നൽകിയത്. പുതിയ നിർദ്ദേശപ്രകാരം ഇറാൻ സൈന്യം അതീവ ജാഗ്രതയിലാണെന്നും ഏത് ആക്രമണത്തിനും തിരിച്ചടി നൽകാൻ ഉത്തരവ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവർത്തിച്ചുള്ള സൈനിക ഭീഷണികൾക്കിടെയാണ് ഇറാൻ പ്രസിഡന്റിന്റെ പ്രസ്താവന. വ്യാഴാഴ്ച ഖത്തർ ഭരണാധികാരി തമീം ബിൻ അഹമ്മദ് അൽത്താനിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലായിരുന്നു ഇറാൻ പ്രസിഡന്റ് ഇക്കാര്യം പറഞ്ഞത്. അമേരിക്കൻ പക്ഷം ശരിയായ ചർച്ചകളും നയതന്ത്രവും ആഗ്രഹിക്കുന്നുവെങ്കിൽ അത്തരം പ്രകോപനപരവും പിരിമുറുക്കവും ഉളവാക്കുന്നതുമായ നീക്കങ്ങൾ അവസാനിപ്പിക്കുകയും ആശയവിനിമയത്തിനായി തയ്യാറാവുകയും വേണമെന്നും മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു. ഇറാൻ ഒരിക്കലും ഒരു യുദ്ധത്തിനും തുടക്കമിട്ടിട്ടില്ലെന്നും പ്രാദേശിക സമാധാനവും സുരക്ഷയും അസ്ഥിരപ്പെടുത്തുന്ന ഒരു സംഘർഷത്തെയും സ്വീകരിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. യുദ്ധങ്ങളും സംഘർഷങ്ങളും ഒരു പക്ഷത്തിന്റെയോ പാർട്ടിയുടെയോ താൽപര്യത്തിനനുസരിച്ച് നടക്കേണ്ടതാണെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഏതൊരാക്രമണത്തെയും ശക്തമായി നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തങ്ങൾ ആശയവിനിമയത്തിന്റെയും നയതന്ത്രങ്ങളുടെയും പാതയ്ക്ക് പ്രാധാന്യം നൽകുന്നുവെന്നും ചർച്ചകൾക്കിടയിൽ ഭീഷണി നേരിടാനോ ആക്രമിക്കപ്പെടാനോ അനുവദിക്കില്ലെന്നും ഇറാൻ പ്രസിഡന്റ് പറഞ്ഞു. സൈനിക ഭീഷണികളിലൂടെ നയതന്ത്രം അടിച്ചേൽപ്പിക്കാനുള്ള നീക്കങ്ങൾ ഫലപ്രദമല്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ന്യായമായ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രിയും പറഞ്ഞു. എന്നാൽ രാജ്യത്തിന്റെ പ്രതിരോധശേഷിയിൽ വിട്ടുവീഴ്ചയില്ല. തുർക്കിയിലെ അങ്കാറയിൽ നയതന്ത്ര ചർച്ചകൾക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം മേഖലയിലെ സൈനിക വിന്യാസം ഇറാനെതിരെ പ്രയോഗിക്കേണ്ടി വരില്ലെന്ന് പ്രതീക്ഷിക്കാമെന്നും ആണവ കരാർ സംബന്ധിച്ച കൂടുതൽ ചർച്ചകൾക്ക് പദ്ധതിയുണ്ടെന്നും ട്രംപ് പറഞ്ഞു. US ഇറാനെ ആക്രമിക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഇരു രാജ്യങ്ങളും ആണവ ചർച്ചകൾ പുനരാരംഭിക്കണമെന്നും തുർക്കി ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.